ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ചെറിയ യാത്രയാണ്. നമ്മുടെ മധുര ബംഗളൂരു കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരത്, പിന്നെ നമ്മുടെ ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ വന്ദേ ഭാരത്. അപ്പോൾ ആ രണ്ട് വണ്ടികളുടെ ഇനോഗ്രേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ യാത്രയാണ്. നെയ്യാറ്റിങ്കരയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മുന്നേ ഇറങ്ങി നമ്മുടെ ഈ കാണുന്ന നെയ്യാറ്റിങ്കര ബസ് സ്റ്റേഷന് താഴെയായിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി വെച്ചിട്ട് ഞാനിപ്പോൾ നാഗർകോവിൽ ഭാഗത്തേക്ക് ഉള്ള ബസ്സിന് കയറാനായിട്ടാണ് പ്ലാന്. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും രാത്രിയിലും കണ്ടിന്യൂസ് മീൻസ് ഒരു 30 to 40 മിനിറ്റ്സ് ഗ്യാപ്പ് വരെയൊക്കെ വരാം മാക്സിമം. അതിനുള്ളിൽ വണ്ടികൾ വരും. ഒന്നെങ്കിൽ നമ്മുടെ KSRTCയുടെ വണ്ടികൾ, അല്ലെങ്കിൽ TNSTCയുടെ വണ്ടികൾ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യമേ പറയട്ടെ, ഫസ്റ്റ് അറ്റംപ്റ്റാണ് ലൈവ് വോയിസ്, പിന്നെ അതുപോലെ എൻ്റെ മുഖം കാണിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അങ്ങനെ ഞാൻ മുഖം കാണിച്ചുള്ള വീഡിയോസ് അങ്ങനെ എടുക്കാറില്ലായിരുന്നു. സൗണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരിങ്ങനെ പറഞ്ഞാണ് ഞാൻ വീഡിയോസിന് സൗണ്ട് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടാവാം, ക്ഷമിക്കുക. പടിപടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങളുടെ സജഷൻസും എല്ലാം വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിങ്കരയിൽ നിന്ന് നാഗർകോവിലിന് പോകാനുള്ള വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നെയ്യാറ്റിങ്കര ജംഗ്ഷനാണ്. അപ്പം രാത്രിയിൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറില്ല. ഇവിടെ പുറത്തെ റോഡിലായിരിക്കും നിർത്തുക. അപ്പോൾ നമുക്ക് നാഗർകോവിലിനുള്ള വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബസ് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയ്ക്ക് ഒരു നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ എടുത്തത്. നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം മഴ നിന്നായിരുന്നു. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് തുടരുകയാണ് ബസ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രകാശപൂരിതമായ ഒരു TNSTC ബസ് തന്നെ കിട്ടിയിട്ടുണ്ട് നാഗർകോവിലേക്ക്. 54 രൂപയാണ് ബസ്സിന് ടിക്കറ്റ് ഫെയർ ആയത്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ നാഗർകോവിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഇനി നാഗർകോവിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അത്രയും നേരം ഒന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് യാത്രയായിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങണം. ബസ്സിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേണം ഒന്ന് ഉറങ്ങി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നെയ്യാറ്റിങ്കരയിൽ നിന്ന് നമ്മൾ നാഗർകോവിൽ വരെ വന്ന ബസ് അതാ വീണ്ടും അടുത്ത ട്രിപ്പ് എടുക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മധുര ഭാഗത്തേക്ക് നിലവിൽ ബസ്സുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതാ ഈ കാണുന്ന TNSTCയുടെ ഒരു AC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇനി മധുരയ്ക്ക് പോകുന്നത്. അങ്ങനെ നെയ്യാറ്റിങ്കരയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര നാഗർകോവിൽ, തിരുനെൽവേലി ഒക്കെ കടന്ന് മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും മധുരയിൽ മെയിനായിട്ടും 2 ബസ് സ്റ്റാൻഡാണ്. മാട്ടുത്താവണി, ആറപ്പാളയം. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ തിരുനെൽവേലി, നാഗർകോവിൽ സൈഡ്, നമ്മുടെ തിരുവനന്തപുരം സൈഡ്, പിന്നെ ചെന്നൈ ഒക്കെ പോകുന്ന വണ്ടികളും, ആറപ്പാളയം സ്റ്റാൻഡിൽ നിന്ന് ഡിണ്ടഗൽ, കുമളി, പിന്നെ ഈ പറയുന്ന ബാംഗ്ലൂർ വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആറപ്പാളയം സ്റ്റാൻഡിൽ നിന്നുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ലോക്കൽ വണ്ടികൾ കിട്ടും, സിറ്റി ബസ്സുകൾ കിട്ടും. അപ്പോൾ അതിൽ കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. വന്നതെന്ന് പറഞ്ഞാൽ നാഗർകോവിൽ വരെ TNSTCയുടെ ഫാസ്റ്റ് ആയിരുന്നു. 451 റൂട്ട് തിരുവനന്തപുരം നാഗർകോവിൽ. അതേപോലെ അതിനുശേഷം വന്നതെന്ന് പറഞ്ഞാൽ ഒരു AC ബസ്സായിരുന്നു. അവരുടെ ലോ കോസ്റ്റ് AC ബസ് ഉണ്ടല്ലോ, 3x2 സീറ്റിംഗ് ലേ ഔട്ടിലുള്ള ലോ കോസ്റ്റ് AC ബസ്സുണ്ട്. അപ്പോൾ ആ AC ബസ്സിലാണ് വന്നത്. അതിൽ നല്ല രസമായിരുന്നു. നാഗർകോവിൽ നിന്ന് വിട്ട സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു. മഴയത്ത് ആ വണ്ടിയുടെ ബാക്ക് സൈഡിലെ സീറ്റൊക്കെ ചോരാൻ തുടങ്ങി. പിന്നെ തിരുനെൽവേലി എത്തിയപ്പോഴത്തേക്കും സീറ്റ് മാറി ഞാൻ, കാരണം അത് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, വെള്ളം വീഴുന്നത് കാരണം. അങ്ങനെ ഒരു വിധത്തിൽ എത്തിപ്പെട്ടു. നല്ലപോലെ ഉറങ്ങി.
അത്യാവശ്യം ഉറക്കം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പിടിച്ച് നിൽക്കാനുള്ള ഉറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അടുത്ത സ്റ്റാൻഡിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിറങ്ങിയ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ്. MGR ബസ് സ്റ്റാൻഡ് എന്നിവിടെ ബോർഡുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി. അത് കഴിഞ്ഞിട്ട് അവരോടിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ ഒരു ആർച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ആർച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജിഗർദണ്ഡയുടെ കടയുണ്ടെന്നാണ് പറഞ്ഞത്. മധുര വരെ വന്നിട്ടൊരു ജിഗർദണ്ഡ അടിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ നമ്മുടെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകൾക്കുള്ള, അതായത് ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകൾക്കുള്ള ഓംനി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ക്യാൻവാസ് ചെയ്യാനായിട്ട് വരും. ചെന്നൈക്കാണോ കോയമ്പത്തൂരിനാണോ അതുപോലെ ലോങ് റൂട്ട് ആളുകളാണോ എന്ന് ചോദിച്ച് ആളുകൾ വരും. ഏജൻറ്റുമാരായിരിക്കും ഇതുപോലെ കൊണ്ടുവന്ന് ബസ്സിലേക്ക് ആളുകളെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും കിട്ടും പൈസ. പിന്നെ ചില ബസ്സുകളുടെ ആളുകൾ തന്നെയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളുടെ, ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകളുടെ ഓംനി ബസ് സ്റ്റാൻഡ് മധുരയിൽ. ആ കാണുന്നത് മാട്ടുത്താവണി നമ്മുടെ TNSTC SCTC ഒക്കെ ഉള്ള ബസ് സ്റ്റാൻഡ്. അങ്ങനെ നോക്കി നിന്നപ്പോൾ അതാ തൊട്ടടുത്തൂടെ പോകുന്നു. തൊട്ട് തലേ ദിവസം ഇനോഗ്രേറ്റ് ചെയ്ത SCTCയുടെ പുത്തൻ സ്ലീപ്പർ കം സീറ്റർ non-AC ബസ്സുകൾ. പല പല ഏരിയയിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ വിവിധ ട്രാക്കുകളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രകാശിൻ്റെ പുതിയ non-AC സീറ്റർ കം സ്ലീപ്പർ ബസ് വീഡിയോ എടുക്കാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ MG ലീരയുടെ ഒരു ബസ് കിട്ടുമെന്ന് നമ്മളിങ്ങനെ നോക്കി നടക്കുകയാണ്. ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, 9 മണിയായി. അപ്പോൾ അതൊക്കെ മധുര സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വന്ന മെയിൻ കാര്യം അതാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് വെറൈറ്റി മുഖങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കിടക്കുന്നൊരു പിങ്ക് ആളിനെ കണ്ടോ? ഒരു വെറൈറ്റി മുഖം. അടുത്തത് ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ആളിച്ചിരി കലിപ്പിലാണെന്ന് തോന്നുന്നു. കളം എഫക്റ്റ്, പൂ വിരിയണ എഫക്റ്റ്, കുട നിവരുന്ന എഫക്റ്റ് എല്ലാം ഗ്രില്ലിൽ മേശരി കൊടുത്തിട്ടുണ്ട്. അതൊരല്പം വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങാം. SCTC അവിടെ ഒരു APSRTC കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കർണാടക RTC ഉണ്ട്. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതാ ഇതൊരു വെറൈറ്റിയാണ്. പഴയ ബസ്സിന് പുതിയ ലിവറി. പഴയ ബസ്സിന് പുതിയ ലിവറി അടിച്ചത് അടിപൊളി. അതായത് ഏറ്റവും പഴയ ബസ്സുകൾക്ക്, BS4 അല്ല, BS4ന് മുന്നേ ഉള്ള ബസ്സുകൾക്കാണ് ആ പഴയ ബസ്സിന് പുതിയ ലിവറി അടിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ APSRTC. അതാ കുറച്ചങ്ങ് മാറി ഒരു SCTCയും കിടപ്പുണ്ട്. ഒരാൾ ലൈറ്റൊക്കെ മിന്നിച്ച് വരുന്നുണ്ട്. മധുര കോയമ്പത്തൂർ. MGയുടെ ലീര തപ്പിയിട്ട് എന്തായാലും കിട്ടിയിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, കാരണം MGയുടെ ലീര തിരുവനന്തപുരത്ത് അലോട്ടായിട്ടുണ്ട്. ട്രിവാൻഡ്രം വെല്ലൂർ വണ്ടി റീപ്ലേസ് ആയിരിക്കുന്നത് MGയുടെ ലീര ബസ് വെച്ചിട്ടാണ്. ഇത് കണ്ടപ്പോൾ ശ്രീ ജയവിലാസ്, ഇത് കണ്ടപ്പോൾ നമ്മുടെ മൈസൂർ കോഴിക്കോട് ബത്തേരി വഴി ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സെയിം ബോഡി, TVS ബോഡി, അതിൻ്റെ ഒരു ഓർമ്മ വന്നു. അപ്പോൾ KR നഗർ മൈസൂർ മധുര, KR നഗർ മൈസൂർ മധുര വണ്ടിയാണ് ഈ കിടക്കുന്നത്. കർണാടക RTCയുടെ രാജഹംസയാണ്.
അൾട്രാ ഡീലക്സ്. KR നഗർ, മൈസൂർ, ചെന്നൈ. KR നഗർ, മൈസൂർ, മധുരൈ. കർണാടക RTCയുടെ രാജഹംസയാണ്. അൾട്രാ ഡീലക്സ് എക്സിക്യൂട്ടീവ് കോച്ച് 2x2. അപ്പോൾ നമുക്ക് പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിറ്റി ബസ് കിട്ടും. നമുക്ക് ആവശ്യമുള്ള സ്ഥലം ചോദിച്ച് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മധുര മാട്ടുത്താവണി സ്റ്റാൻഡിൽ നിന്ന് പെരിയാർ ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് എന്ന് പറയുന്നത് സിറ്റി ബസ്. പെരിയാർ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന എല്ലാ വണ്ടികളും റെയിൽവേ സ്റ്റേഷൻ വഴിയായിരിക്കും പോകുന്നത്. ഈറോഡ്, മൈസൂർ, മടിക്കേരി, മാംഗ്ലൂർ. കർണാടക RTC ആയിട്ട് പാരലൽ റണ്ണ്. മധുരയിൽ നിന്ന് ഈറോഡ്, മൈസൂർ, മടിക്കേരി വഴി മാംഗ്ലൂർ പോകുന്ന KSRTC കർണാടക RTCയുടെ ബസ്. പിന്നെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സിൽ, ടൗൺ ബസ്സിൽ നമ്മുടെ മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മധുര റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സിറ്റി ബസ്സുകളൊക്കെ ഇവിടെ വരും. പക്ഷേ ഇത് നമ്മൾ വന്ന വണ്ടികളല്ല. നമ്മൾ വന്നത് ഇതിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങ് വന്നതാണ്. അപ്പോൾ മധുര സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മധുര റെയിൽവേ സ്റ്റേഷനാണ്. റീഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് മധുര സ്റ്റേഷനിൽ. സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ്. അപ്പോൾ പുതിയ ബിൽഡിങ്ങൊക്കെ ഇവിടെ ആയിരിക്കും. ആക്ച്വലി എന്തോ പുതിയ നോംസ് പ്രകാരം, പുതിയ എന്തോ റൂൾസ് പ്രകാരം അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിഫറെൻറ്റ് ബിൽഡിംഗ് ആയിരിക്കണം എന്ന് എന്തോ പുതിയൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സ്റ്റേഷനും, ഒരുവിധപ്പെട്ട സ്റ്റേഷനിലെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങുകളെല്ലാം പുതിയ ബ്ലോക്കിലേക്ക് മാറുകയാണ്. മധുര സ്റ്റേഷനിലെത്തി. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ വന്ദേ ഭാരത് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ 12:30-ക്കാണ് ഇവിടുന്ന് ഇനോഗ്രൽ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:30-ക്ക് ഈ വണ്ടി ട്രിച്ചി വഴി ബാംഗ്ലൂർക്ക് പോകുന്നതായിരിക്കും. ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക്, കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. വന്ദേ ഭാരത് ഇവിടെ പുറകിലായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ദിവസേന ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് മധുരയിൽ നിന്ന് രാവിലെ 5:15-നും ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും ഉച്ചയ്ക്ക് 1:30-ക്കുമാണ് തിരിച്ചുള്ള സർവീസ്. ഒരു അരമണിക്കൂർ ടേൺ അറൗണ്ട് ടൈമേ അവിടെ ഉള്ളൂ. അവിടെ ജസ്റ്റ് ക്ലീനിങ്ങും മറ്റും മാത്രമേ കാണത്തുള്ളൂ. മെയിൻ്റനൻസ് ആയിട്ടൊന്നും കാണില്ല. മെയിൻ്റനൻസ് നടക്കുന്നത് മധുരയാടി തന്നെയാണ്. മധുര സ്റ്റേഷനിൽ പിറ്റ് ലൈനിൽ തന്നെയാണ് മെയിൻ്റനൻസ് നടക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം ഇതിന് ഓഫാണ്. മെയിൻ്റനൻസിൻ്റെ ഫുൾ ഡേ മെയിൻ്റനൻസ് ആണ്. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം സർവീസ് ഉണ്ടായിരിക്കില്ല. ബാക്കി എല്ലാ 6 ദിവസങ്ങളിലും ഈ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. മധുരൈ, ബാംഗ്ലൂർ, ട്രിച്ചി വഴിയാണ് സർവീസ് പോകുന്നത് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക്. ആളുകളെല്ലാം സെൽഫി എടുക്കുന്നു. പിന്നെ TV, പത്രക്കാരൊക്കെ വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും യാത്രയ്ക്ക് തയ്യാറെടുക്കാനുള്ള വർക്കുകളിലാണ് എല്ലാവരും. അപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമാണിത്. മധുര സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതാണ് നമ്മുടെ ഇനോഗ്രൽ സ്പെഷ്യലിൻ്റെ നമ്പർ. റെഗുലർ ഓട്ടത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 20671 20672 ആണ്. IRCTC വഴിയോ അല്ലെങ്കിൽ IRCTCയുടെ
ഏതെങ്കിലും സപ്പോർട്ടഡ് ആപ്പുകൾ വഴിയോ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. C3 ആണ് കോച്ച്. നമ്മൾ ട്രിച്ചി വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രിച്ചിയിൽ നിന്ന് നമ്മുടെ നാഗർകോവിൽ വണ്ടി നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മധുര സ്റ്റേഷനിലാണ്. മധുര സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ C3 കോച്ചിലാണ് കയറിയിരിക്കുന്നത്. കോച്ചിൻ്റെ കാഴ്ചകളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ വിവിധ മീഡിയക്കാർ, അങ്ങനെ വിവിധ വ്ളോഗേഴ്സ്, അങ്ങനെയുള്ളവരെല്ലാം വീഡിയോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതും വണ്ടി സ്റ്റേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12:30 വണ്ടി ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് ഷെഡ്യൂൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല ഇപ്പോൾ ഏകദേശം സമയം 12:20 ആയിട്ടുണ്ട്. 12:30ക്കാണ് ഫ്ലാഗ് ഓഫ് നടക്കുക. മുന്നിൽ TV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനോഗ്രൽ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട്. അതായത് മോദിജി വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പാകത്തിന് ഒരു TV സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ, അതായത് ബംഗളൂരു കണ്ടോൺമെൻറ്റ് വരെ പോകുന്ന ഈ വണ്ടിയിൽ നമ്മൾ ട്രിച്ചി വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രിച്ചിയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് നാഗർകോവിൽ ഭാഗത്തേക്കുള്ള വന്ദേ ഭാരതിൽ തിരിച്ചു വരാനാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡേ ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ട്രിച്ചി റൂട്ടിലേക്ക്, അതായത് മധുര നിന്ന് ട്രിച്ചി റൂട്ടിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ട്രിച്ചിക്ക് തന്നെ ആദ്യമായിട്ടാണ് പോകുന്നത്. ട്രിച്ചിക്ക് ഇതുവരെ പകൽ സമയമൊന്നും പോയിട്ടില്ല. ജസ്റ്റ് നൈറ്റ് അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നല്ലാതെ അവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റേഷനൊക്കെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റിയുടെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്ന സ്റ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോച്ചിൻ്റെ അകത്താണ്. വണ്ടി പുറപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മോദിജി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും വണ്ടി. 12:30 ആയിരുന്നു സമയം പറഞ്ഞിരുന്നത്. പക്ഷേ 12:45 ആയിട്ടുണ്ട്. വണ്ടി ഉടൻ തന്നെ അദ്ദേഹം കൊടി കാണിക്കുന്നതോടെ, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി വണ്ടി പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതാ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി നീങ്ങി തുടങ്ങുന്നതായിരിക്കും. വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. വണ്ടി നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. മധുരയിൽ നിന്നും ബംഗളൂരു കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്കുള്ള വന്ദേ ഭാരത് അതിൻ്റെ ആദ്യ യാത്ര മധുരയിൽ നിന്ന് പുറപ്പെടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ മധുര നഗരത്തോട് നമ്മൾ വിട പറയുകയാണ്. ഡിണ്ടിഗൽ വഴിയാണ് ട്രിച്ചി വരെ ഈ വണ്ടി പോവുക. ട്രിച്ചിയിൽ നിന്ന് സേലം വഴി കൃഷ്ണരാജപുരം എത്തി ബംഗളൂരു കണ്ടോൺമെൻറ്റ് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തിരിച്ചു വരുന്നതും അതേ വഴി തന്നെയാണ്.
വണ്ടി ഡിണ്ടിഗൽ വിട്ടിട്ടുണ്ട്. ഡിണ്ടിഗൽ വിട്ട് അടുത്തത് ട്രിച്ചിയാണ്. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടുന്ന് അടുത്ത വണ്ടിക്ക് കയറാനാണ് പ്ലാന്. തിരുച്ചിറപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് നാറുവിൽ വണ്ടിക്ക് കയറാനാണ് പ്ലാന്. അപ്പോൾ ഡിണ്ടിഗലിൽ ഇവിടെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ വണ്ടിക്ക് ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവരാണ് അവിടെ നിൽക്കുന്നത്. കുറേ സ്കൂൾ കുട്ടികൾ ആദ്യത്തെ കോച്ചിൽ യാത്ര ചെയ്യുന്നുണ്ട്. മധുരയിൽ നിന്നാണ് അവർ കയറിയത്. അവർ ഡിണ്ടിഗലിൽ ഇറങ്ങും. ഇവിടുന്ന് അടുത്ത ബാച്ച് കയറിയിട്ട് അവർ ട്രിച്ചിയിൽ ഇറങ്ങും. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ട്രെയിനിൽ വന്ദേ ഭാരതിൽ കയറാനുള്ള അവസരം റെയിൽവേ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഡിണ്ടിഗൽ സ്റ്റേഷൻ വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ട്രെയിൻ മൊത്തം ഒന്ന് നടന്ന് കാണാം. നമ്മൾ C1 കോച്ചിൽ നിന്ന് ഫുൾ ട്രേക്ക് ഒന്ന് നടന്ന് കാണിക്കാം. C1 കോച്ച് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ വരുന്ന, അതായത് LP ALP ക്യാബിൻ വരുന്ന കോച്ച് ആയതുകൊണ്ട് തന്നെ സീറ്റ് കുറവാണ്. 44 സീറ്റ് എന്തേ ഉള്ളൂ. C2 കോച്ചൊക്കെ 78 സീറ്റ്സ് ആണ്. ഇനോഗ്രൽ ട്രിപ്പിലുള്ള സ്കൂൾ കുട്ടികൾക്ക് സ്നാക്സ് ഐറ്റംസ് കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. യാത്രക്കാർക്ക് എല്ലാ സ്നാക്സും ഫുഡും എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ എടുത്തില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു. നല്ല വിശപ്പായിരുന്നു. കിട്ടിയ ഉടനെ അങ്ങ് കഴിച്ചു. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്കൂൾ പിള്ളേരിൽ ഒരുത്തൻ ചാനലിൻ്റെ പേര് ചോദിച്ചതാണ്. യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ആകുമ്പോൾ വിചാരിക്കും, പക്ഷേ ഇത് ഇത്രയും ഫോളോവേഴ്സേ ഉള്ളൂ. ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇതാണ് എക്സിക്യൂട്ടീവ് കോച്ച് E1. അപ്പോൾ എക്സിക്യൂട്ടീവ് കോച്ചിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അടുത്തതിനി നമ്മൾ C3യിലേക്ക് പോവുകയാണ്. നമുക്ക് അങ്ങ് വരെയും പോകാം. ഇത് റെയിൽവേയുടെ ഫോട്ടോഗ്രാഫറാണ് പ്രദീപ് ചേട്ടൻ. ചെന്നൈക്കാരനാണ്. ഞാൻ അങ്ങ് വരെ ഒന്ന് പോയിട്ട് C4 coach. അടുത്തത് C5 കോച്ചാണ്. എല്ലാ കോച്ചും ഏറെക്കുറെ ഫുള്ളാണ്.
അടുത്തത് C6 കോച്ചാണ്. ഇത് കഴിഞ്ഞാൽ C7, അതാണ് ലാസ്റ്റ് എക്സിക്യൂട്ടീവ്, ലാസ്റ്റ് ചെയർക്കാർ കോച്ച്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാബിനുള്ളത് കൊണ്ട്, അതായത് ക്രൂ ക്യാബിനുള്ളത് കൊണ്ട് തന്നെ ഈ സീറ്റിംഗ് കപ്പാസിറ്റി ഈ കോച്ചിൽ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് അവിടെ. ആക്ച്വലി വീഡിയോ അലൗഡല്ല ഈ ക്യാബിൻ്റെ അവിടെ, അത് കാരണമാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ഇതാണ് വന്ദേ ഭാരതിൻ്റെ കാഴ്ചകൾ, ഉള്ളിലെ കാഴ്ചകൾ. ഇനി ട്രിച്ചി ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം. അപ്പോൾ അങ്ങനെ മധുരൈ ബംഗളൂരു വന്ദേ ഭാരത് ട്രിച്ചി സ്റ്റേഷനിലോട്ട് അടുക്കുകയാണ്. ട്രിച്ചി സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് ട്രിച്ചിയിലെ സ്റ്റേബിളിംഗ് ലൈൻസും പിറ്റ് ലൈൻസും ഒക്കെയുള്ള ഭാഗത്തുകൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പിറ്റ് ലൈൻ ആ മുന്നിൽ കാണുന്നതാണ് പിറ്റ് ലൈൻസ്. ഡെമു കിടപ്പുണ്ട് അവിടെ. ട്രിച്ചിക്ക് മെമു ഒന്നും തന്നെയില്ല. പണ്ട് ഇവിടെ മിക്കതും ഡീസൽ റൂട്ടായിരുന്നതുകൊണ്ട് ഡെമു ആണ് ട്രിച്ചിക്ക് ഒരുപാടെണ്ണം ഉള്ളത്. ഈ പിറ്റ് ലൈനിൽ ഇപ്പോൾ കിടക്കുന്നതെല്ലാം ഡെമോ ആണ്. അറിഞ്ഞത് വെച്ച് ട്രിച്ചിയുടെ ജൂറിസ്ഡിക്ഷനിൽ ഓടുന്ന മെമു എല്ലാം തന്നെ ചെന്നൈ ഡിവിഷനിൽ നിന്ന് വരുന്ന മെമു ആണ്. ഞാനവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിലെല്ലാം ഒരു ആവടിയുടെ മെമു അവിടെ കിടക്കുന്നുണ്ട്, പഴയതൊരെണ്ണം. അല്ലാതെ ഉള്ളതെല്ലാം അവിടെ ഡെമോ തന്നെയാണ്. ഇനി വേണം ഇവർക്ക് മെമു ഒക്കെ കിട്ടിത്തുടങ്ങാൻ. കാരണം ഒരുവിധ ഏരിയകളെല്ലാം ഇലക്ട്രിഫിക്കേഷൻ നടന്നു വരുന്നുണ്ട്. കണ്ടത് വെച്ചിട്ട്, അവർ പറഞ്ഞത് വെച്ചും ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നല്ലപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു നമ്മുടെ പിറ്റ് ലൈൻസ് ഉള്ള ഏരിയ കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒരു പാലം കടന്ന് സ്റ്റേഷനിലേക്ക് കയറും. $193 WDM 3D ഷണ്ടിങ് ആക്ടിവിറ്റീസിൽ അവിടെയുണ്ട്. SRൻ്റെ ഡെമു 2000 ബിൽറ്റ് ഡെമു പിറ്റ് ലൈനിൽ കിടപ്പുണ്ട്. ഡെമോന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് പിറ്റ് ലൈനാണെന്ന് തോന്നുന്നു. ഡെമോ ആണ് അവിടെ മൊത്തം. പിന്നെ ഒരു റേക്കും കിടപ്പുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ട്രിച്ചി സ്റ്റേഷനിലേക്ക് കയറുകയാണ്. നമുക്ക് ട്രിച്ചി സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. സ്റ്റേഷനിൽ ഇറങ്ങി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലെല്ലാം പോയി നിന്നിട്ട് എൻ്റെ ഡിപ്പാർച്ചർ ക്യാപ്ചർ ചെയ്യണം.
സ്റ്റേഷനിലെത്തി ആദ്യം ഒന്ന് നിർത്തി വണ്ടി, പക്ഷേ ഒന്നുകൂടെ മുന്നോട്ടെടുത്ത് സ്റ്റേജിൻ്റെ അടുത്തോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് മാറ്റിയിട്ടു. ആ ഗ്യാപ്പ് നോക്കി ഞാൻ വന്നെടുത്ത വീഡിയോ ആണ് നമ്മുടെ DG4-ൻ്റെ. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് അടുത്ത സെറ്റ് കുട്ടികൾ കയറുന്നതാണ് നിങ്ങളെ കാണുന്നത്. വന്ദേ ഭാരത് ട്രിച്ചിയിൽ നിന്ന് പുറപ്പെടുകയാണ്. ട്രിച്ചിയിൽ റിവേഴ്സലില്ല, നേരെ തന്നെയാണ് പോകുന്നത്. എല്ലാവരും മുന്നോട്ട് വീണ് കിടക്കാണ്. ഒരു നമ്മുടെ ബാംഗ്ലൂർ ട്രിച്ചി സ്റ്റേഷനിൽ നിന്ന് കടലൂർ വഴി തിരുപ്പതി പുലിയൂർ വരെ പോകുന്ന ഡെമു സർവീസാണ് ഈ പോകുന്നത്. നമ്മുടെ മെമുവിൻ്റെ ഡീസൽ വെർഷനാണ്. ഡീസൽ എൻജിൻസ് വെച്ചാണ് ഇത് ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള പവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 3 ഡെമു നിരനിരയായിട്ട്, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 3 ഡെമു ഒന്നിച്ച് കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് ഈ പോകുന്ന ഡെമോ ആണ്. അടുത്തത് വേളാങ്കണ്ണി റൂട്ടിലേക്കായിരുന്നു. മൂന്നാമത്തത് ഡിണ്ടിഗൽ റൂട്ടിലേക്കായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് ട്രിച്ചിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ICFൻ്റെ ഒരു വേറിട്ട ലിവറിയിലുള്ള ഒരു മെമു ഇതുവഴി കടന്നു പോകുന്നു. മയിലാടുതുറയ്ക്ക് സേലത്ത് നിന്ന് പോകുന്ന വണ്ടിയാണിത്. ICF ബിൽറ്റാണ്, 23 മേക്കാണ്, വൈറ്റ് പ്ലസ് റെഡ് 3 ഫേസ് മെമു.
മയിലാടുതുറൈ സേലം റൂട്ടിലാണ് ഇതിൻ്റെ സർവീസ്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഇവിടുന്ന് റിവേഴ്സലായിരിക്കും ഈ വണ്ടിക്ക്. മയിലാടുതുറൈ ഈ വരുന്ന ഡയറക്ഷനിൽ വലത്തേക്കാണ് മയിലാടുതുറൈ പോകേണ്ടത്. അതായത് ഇതിപ്പം ട്രിച്ചി ജംഗ്ഷനാണ്. ട്രിച്ചി ജംഗ്ഷനിൽ ഏറ്റവും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈറോഡ് റോട്ടാണ്. നടുക്കൂടെ പോകുന്നതെന്ന് പറയുന്നത് ചെന്നൈ റൂട്ടാണ്. അങ്ങേ അറ്റത്തോട്ട് വലത്തോട്ട് പോകുന്നത് നമ്മുടെ തഞ്ചാവൂർ, വേളാങ്കണ്ണി അങ്ങനെയുള്ള റൂട്ടുകൾ, മയിലാടുതുറൈ എല്ലാം അങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി മെമു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. അതേപോലെ അങ്ങേയറ്റത്ത് ലെഫ്റ്റിലേക്ക് പോകുന്നത് രാമേശ്വരം, കാരക്കുടി വഴി രാമേശ്വരവും, നേരെ പോകുന്നത് നമ്മുടെ തിരുനെൽവേലി, മധുര, നാഗർകോവിൽ, തിരുവനന്തപുരം എല്ലാം നേരെയാണ് ട്രിച്ചിയിൽ നിന്ന് പോകുന്നത്. അപ്പം രണ്ട് സൈഡിലും ഒരു എന്താ പറയുക പെർഫെക്റ്റ് ജംഗ്ഷൻ എന്ന് പറയാം. ഒരു സൈഡിൽ 3 റൂട്ടുകളും ഒരു സൈഡിൽ 2 റൂട്ടുകളും ഉള്ളൊരു വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് ട്രിച്ചി സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വന്ദേ ഭാരത് ഇതാ ട്രിച്ചി സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് ആദ്യത്തെ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണോ? ആ ഓക്കെ ആ നടങ്ക എടുത്ത് കൊടുക്കണേ. ஆனால் அது வந்து வேறு ஆளுங்களுக்கு அலோவ் பண்ணிடுறேன். ஃபுல்லாக கனெக்டட் தான். ஆனால் என்னாச்சுன்னா அந்த பெங்களூர் வண்டியில் அந்த வண்டியில் என்னோட கோச்சில் ஒரு கேட்டுக்கு கிட்ட இல்லை ஒரு டிவி நடுவில் வச்சாங்க இந்த ஃபங்க்ஷன் பார்க்குறதுக்கு. அதனால நடக்க முடியல. அதுக்கப்புறம் வண்டி விட்டதுக்கப்புறம் ஓகே கொஞ்சம் கேப்பு வேணும். நடங்க கொஞ்சம் கேப்பு.
അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന 2 പിള്ളേർക്ക് ഞാനും അവരുടെ ഒരു ഫോട്ടോ എടുത്തു കൊടുത്താണ് നിങ്ങളെ കണ്ടത്. പരിചയപ്പെട്ടു. തമിഴ്നാട്ടിലുള്ള പയ്യന്മാരാണ്, റെയിൽ ഫാൻസാണ്. ഒന്ന് നോക്കിയതാ അപ്പം നമ്മൾ ട്രിച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രിച്ചി വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിണ്ടിഗലൊക്കെ പാസ് ചെയ്ത്, രാത്രി ആയതുകൊണ്ട് പുറത്തെ കാഴ്ചയൊന്നും അത്ര വ്യക്തമായിട്ടൊന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ സ്പീഡ് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇനി 58 കിലോമീറ്റർ ഉണ്ട് മധുര എത്താനായിട്ട്. 109 110 സെക്ഷൻ സ്പീഡ്. നൂറ്റി 57 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ മധുര. നമുക്കുള്ള ഡിന്നറൊക്കെ അവിടെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റിലേക്ക് പോയി പതുക്കെ ഇരിക്കാം. മധുരൈ സ്റ്റേഷനിലാണ്. മധുരൈ സ്റ്റേഷനിൽ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. നേതാക്കന്മാരൊക്കെ നടന്നു പോകുന്നുണ്ട്. സ്റ്റേജ് മുന്നിലായിട്ടാണ്. അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കണം. അപ്പോൾ നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച നാഗർകോവിൽ വന്ദേ ഭാരതിൻ്റെ യാത്ര ഇപ്പോൾ മധുര പിന്നിട്ട് കോവിൽപ്പട്ടി സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോവിൽപ്പട്ടി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത് തിരുനെൽവേലിയും പിന്നെ അടുത്തതായിട്ട് നാഗർകോവിലുമാണ്. നാഗർകോവിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ ട്രിവാൻഡ്രം ഡിവിഷൻ്റെ വക ഒരു റിസപ്ഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്വീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പുതിയ സർവീസിന്. പുതിയ സർവീസിന് ഉദ്ദേശിച്ചാൽ നേരത്തെ സ്പെഷ്യൽ സർവീസായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പക്ഷേ ഇനിയിപ്പോൾ 16 കാർ വന്ദേ ഭാരത് വെച്ചിട്ട് പുതിയ റേറ്റ് വെച്ചിട്ടാണ് സർവീസ് ആരംഭിക്കുന്നത്. അതായത് റെഗുലർ സർവീസ് ആരംഭിക്കുകയാണ്. നേരത്തെ 4 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഇനി മുതൽ ആഴ്ചയിൽ 6 ദിവസങ്ങളിലും ഈ സർവീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത്. ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്നായിരിക്കും വണ്ടിയുടെ റെഗുലർ ഓട്ടങ്ങൾ. പക്ഷേ ഇന്നത്തെ ഇനോഗ്രൽ മാത്രം നമ്മുടെ കോവിൽപ്പട്ടി സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്ററേ ഉള്ളൂ എന്ന് അമ്മച്ചി അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കോവിൽപ്പട്ടി സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ നാഗർകോവിൽ വന്ദേ ഭാരത്, ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് ബുധനാഴ്ച ദിവസങ്ങളിലൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ചെന്നൈ മുതൽ നാഗർകോവിൽ വരെ സർവീസ് നടത്തുന്നതാണ്. തിരിച്ചും സർവീസ് നടത്തുന്നതാണ്. ഉച്ചയ്ക്ക് 2:20 ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നത്. രാത്രിയോടുകൂടി ചെന്നൈയിലെത്തുന്നത്. അപ്പോൾ ആക്ച്വലി നാഗർകോവിൽ എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്തുകാർക്കും കൂടെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കും അതായത് തിരുവനന്തപുരംകാർക്കും ഈ ഒരു വണ്ടി വളരെയധികം ഉപകാരമാണ്. എല്ലാവരും പറയുന്നുണ്ട് ഇത് അങ്ങോട്ടേക്ക് നീക്കണം, അതായത് തിരുവനന്തപുരം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണം. നിലവിലെ സിംഗിൾ ലൈനിലെ അവസ്ഥ വെച്ചിട്ട് ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഭാവിയിൽ ഡബിളിംഗ് ഒക്കെ പൂർത്തിയായതിനു ശേഷം നമുക്ക് ഏതെങ്കിലുമൊക്കെ വണ്ടി, അതായത് വന്ദേ ഭാരതോ വന്ദേ സ്ലീപ്പർ ടൈപ്പ് വണ്ടികളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് മുന്നേ നിലവിലെ അവസ്ഥയിൽ സിംഗിൾ ലൈനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പിന്നെ ട്രിവാൻഡ്രം ആയാലും കൊച്ചുവേളി ആയാലും അവിടുത്തെ പരമാവധി കപ്പാസിറ്റിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വണ്ടികളൊക്കെ വന്ന് മെയിൻ്റനൻസ് നടത്തി ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ നാഗർകോവിൽ എനിക്ക് പേഴ്സണലി വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് നാഗർകോവിൽ. അതായത് തിരുവനന്തപുരത്തേക്ക് എനിക്ക് 35 കിലോമീറ്ററും വീട്ടിൽ നിന്ന് നാഗർകോവിൽ സ്റ്റേഷനിലേക്ക് എനിക്ക് ആകെ 42 കിലോമീറ്ററേ ഉള്ളൂ. സോ എനിക്കിതൊരു വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാനീ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ നമുക്ക് പല സൈഡിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് വെച്ചുള്ള ഇൻപുട്സാണ് ഞാൻ ഈ തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം.
അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. എന്തായാലും അറിയിക്കാൻ പ്രശ്നമൊന്നുമില്ല. നമുക്കങ്ങനെ ഒരാളിങ്ങനെ എതിർത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ കോവിൽപ്പട്ടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. पूरा दुट बंद होता അപ്പോൾ കോവിൽപ്പട്ടി എത്തി. തൊട്ടടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുനെൽവേലിയാണ്. തിരുനെൽവേലിക്ക് ശേഷമാണ് നാറുവേലി വരുന്നത്. ഇവിടെ കോവിൽപ്പട്ടി സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് പേര് BJP സപ്പോർട്ടേഴ്സ് ഒരുപാട് പേര് വണ്ടിയിൽ അവർ വന്ന് കയറി പൊട്ടൊക്കെ തൊട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കഴിയുമ്പോൾ വണ്ടി ആക്ച്വലി ഹോൺ അടിച്ചു എടുക്കാനായിട്ട്. വണ്ടി ഹോൺ അടിച്ചപ്പോഴും ഈ കയറിയ ആൾക്കാരെല്ലാം വണ്ടിക്കകത്ത് നിൽക്കുന്നേ ഉള്ളൂ. അവസാനം ഞാൻ ഇരുന്ന കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിലാണല്ലോ, C1-ലാണ് ഞാൻ ഇരുന്നത്. ഇവിടെ നിന്ന സ്റ്റാഫ് ഓടിപ്പോയി നമ്മുടെ LPനോട് പറഞ്ഞു വണ്ടി എടുക്കല്. എന്നിട്ട് അവരുടെ ഡോർ വഴിയാണ് അവരെ പുറത്ത് ഇറക്കിയത്. കാരണം ആ സപ്പോർട്ടേഴ്സിനെ ഇറക്കി, കാരണം അവർക്ക് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പ് തിരുനെൽവേലിയാണ്. ഇവിടുന്ന് വിട്ടാൽ പിന്നെ തിരുനെൽവേലി മാത്രമേ നിർത്തത്തുള്ളൂ. അവിടെ പോയി തിരിച്ചു വരേണ്ട അവസ്ഥ വന്നേനെ. അതുകൊണ്ട് അവർ ഓടിപ്പോകുന്നതാണ്, നിങ്ങൾ ഇറങ്ങാനായിട്ട് ഓടിപ്പോകുന്ന പോക്കും അകത്തോട്ട് കയറി വന്ന വരവുമാണ് നിങ്ങൾ കണ്ടത്. എനിക്ക് ഈ ഒരു വണ്ടിയെ പറ്റി, അതായത് നമ്മുടെ ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരതിനെ പറ്റി മറ്റൊരു അഭിപ്രായം ഉള്ളതെന്ന് വെച്ചാൽ,
ഈ വണ്ടി കന്യാകുമാരിയിലേക്ക് നിലവിൽ നീട്ടുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും. തൊട്ടടുത്ത്, അതായത് ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ 2 സ്റ്റോപ്പ് വരും എന്നുള്ളൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ പോലും ഒരു ടൂറിസ്റ്റ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയായിട്ട് മാറും ഇതിനൊരു കന്യാകുമാരി കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ. കാരണം നിലവിൽ നമ്മൾ നാഗർകോവിൽ വന്ന് അവിടുന്ന് അടുത്തൊരു വണ്ടിയിൽ കയറി കന്യാകുമാരി പോകാമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലഗേജൊക്കെ ആയിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നേരിട്ട് അവർക്ക് കന്യാകുമാരി ചെന്നിറങ്ങാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും എങ്കിൽ അത് വളരെയധികം ഉപകാരകരമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ നാഗർകോവിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നാഗർകോവിൽ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നിറങ്ങുന്ന സമയത്ത് ഇവിടെ MP കോൺഗ്രസ്സുകാരനായ MP-യുടെയും BJP-കാരനായ MLA-യുടെയും അനുയായികൾ ഭയങ്കര ആർപ്പുവിളികളും ആവേശം മൂത്ത് ഒടുക്കുണ്ടാവുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അപ്പോൾ എന്തായാലും ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നാഗർകോവിലെത്തി. സാധാരണ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അതായത് ദി എൻഡൊക്കെ എഴുതി കാണിച്ചിട്ട് ഒരു ടെയിലെൻഡ് കാണുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതായത് ഞാൻ നാഗർകോവിൽ വന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് രാവിലെ തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടുന്ന, രാവിലെ മീൻസ് ഏർലി മോർണിംഗ്, തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ തിരുനെൽവേലി ബിലാസ്പൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിന് വേണം തിരിച്ചു വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ വണ്ടി തിരിച്ചു പോകുന്ന വഴിക്ക്, അതായത് നാഗർകോവിൽ വരെ വന്ന വന്ദേ ഭാരത് തിരിച്ചു പോകുന്ന വഴിക്ക് ചെന്നൈ വരെ ഉള്ളവർക്ക് കയറി ഇറങ്ങി തന്നെ പോവാം. കയറി ഇറങ്ങി മീൻസ് കയറുന്നവർക്ക് ഇറങ്ങി പോവാം. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചത്, തിരുനെൽവേലി വരെ ഈ വണ്ടിയിൽ പോയിട്ട് അവിടുന്ന് നമ്മുടെ ബിലാസ്പൂർ വണ്ടി പിടിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഡിപ്പോയുടെ മുൻവശമാണ്. ഇവിടെ നിന്നാണ് ഇന്നലെ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉറക്കപ്പിച്ചിലാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ വന്നിരിക്കുന്ന കപ്പലിൻ്റെ പടവും കൂടെ ഒന്ന് എടുത്തിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ.